ഒരു വലിയൊരു ഫിത്ന, ഒരു വലിയ പ്രശ്നം. ആ ഒരു വലിയ പ്രശ്നം നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. ആ പ്രശ്നത്തെ തൊട്ട് നിങ്ങൾ കാവൽ തേടണം. ആ പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ മുഖേന നിസ്കാരം പഠിപ്പിച്ച് നൽകിയപ്പോൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് വിവരിച്ചു കൊടുത്തു. എല്ലാ നിസ്കാരത്തിൻ്റെയും ഒടുവിലത്തെ അത്തഹിയാത്തിൽ ആ 4 കാര്യങ്ങൾ, 4 ഫിത്നയെ തൊട്ട് നിങ്ങൾ കാവൽ തേടണം. ഫിത്ന വലുതായതുകൊണ്ടാണ് 5 നേരവും കാവൽ തേടാൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. അതിലൊരു വലിയ ഫിത്നയെക്കുറിച്ച് മാത്രമാണ് ഉണർത്തുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. ഒറ്റക്കണ്ണൻ ദജ്ജാലിൻ്റെ വലിയ വിപത്താണ്, ഫിത്നയാണ് അവനിൽ നിന്ന് കാവൽ തേടണം. അള്ളാഹുവിനോട് കാവൽ തേടുന്നത് റബ്ബിനോടാണ്. മുഅ്മിനീങ്ങൾ തേടുന്നത് റബ്ബിനോടാണ്. അള്ളാഹുവിൻ്റെ വലിയ അദാബ്, നാരകീയ ശിക്ഷകളിൽ നിന്ന് കാവൽ തേടണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇരു ലോകത്തും ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയ വലിയ പരീക്ഷണങ്ങളുണ്ട്, ഫിത്നകളുണ്ട്. അതിൽ നിന്ന് കാവൽ തേടണം. തുടക്കത്തിൽ പറഞ്ഞത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ. ഖബ്ർ, മഖ്ബറ, ശ്മശാനം, സെമിത്തേരി, ആളുകളെ ഖബറടക്കുന്ന സ്ഥലം. ആ മഖ്ബറ സത്യവിശ്വാസികൾക്ക് പൂന്തോപ്പ്. വടക്കൻ കേരളത്തിലൊരു മഖ്ബറ കാണാനിടയായി. സുന്ദരമായ കാഴ്ചയാണ്. പൂക്കളൊക്കെ നല്ലതുപോലെ പുഷ്പിച്ചു നിൽക്കുന്നുണ്ട്. ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് നന്നായി അതിനിടയിലൂടെ ഏത് പാതിരാത്രിയും നടന്നു പോകാൻ ഉതകുന്ന നിലയിൽ നല്ല രസകരമായൊരു മഖ്ബറ. പുറമേ എന്തു ഭംഗിയാണ്, അതിൻ്റെ ഉള്ളിലെ അവസ്ഥ റബ്ബിന് മാത്രമാണ് അറിയുക. ഒരു സഹോദരൻ സിയാറത്ത് കഴിഞ്ഞ് വന്നപ്പോൾ ചോദിച്ചു, എങ്ങനെയാണ്, റാഹത്താണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നല്ല റാഹത്തുണ്ട് അൽഹംദുലില്ലാ, അതിൻ്റെ ഉള്ളിലെ അവസ്ഥ റബ്ബിനറിയാം. ആ റാഹത്ത് സിയാറത്ത് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നൊരു റാഹത്താണ്. നമ്മുടെ മനസ്സിലൊരു വലിയൊരു കുളിർമ കിട്ടും. ചാരിയാൽ ചാരിയത മണക്കുന്ന മറ്റൊരു റാഹത്തുമുണ്ട്. ആ ഖബറിൽ കിടക്കുന്നത് നല്ല സത്യവിശ്വാസി, നല്ലൊരു മുഅ്മിനായ സ്വാലിഹായ ഒരു മനുഷ്യനാണെങ്കിൽ അതിൻ്റെ ഒരു സുഖം നമുക്ക് ലഭിക്കും. ഭയങ്കര റാഹത്താണത്. വല്ലാത്തൊരു ഉറപ്പാണ്, വല്ലാത്തൊരു കുളിർമയാണ്. എല്ലാ ദിവസവും എല്ലാ ജുമഅയിലും പ്രിയപ്പെട്ട ഉമ്മച്ചി, വാപ്പച്ചി, ഉപ്പ, 94 വയസ്സ് വരെ ജീവിച്ച ഖമറുദ്ദീൻ ലബ്ബ ഖത്തീബ്, പള്ളിയിലെ ഖത്തീബായിരുന്ന മഹാനായൊരു വലി, എൻ്റെ ഉമ്മയുടെ വാപ്പ, അവരുടെയൊക്കെ ഖബറിൻ്റെ ചാരത്തൊന്ന് ഇരുന്നിട്ട് ഈ പള്ളിയിലേക്ക് വരുമ്പോൾ വല്ലാത്തൊരു ബൂസ്റ്റ് ചെയ്തതുപോലെ, എനർജി നല്ലതുപോലെ ഷൂട്ട് ചെയ്ത് കയറിയ പോലെ നല്ല ആവേശത്തോടെ ഒരു ഉണർവിലാണ് വരാൻ പറ്റുന്നത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ചാരത്ത് പോയിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നു, വലിയ ഒരു ബറക്കത്ത് നമ്മളിലേക്ക് വന്നണയും. അതിൻ്റെ ഉള്ളിലവസ്ഥ റബ്ബിനറിയാം. ഈ സ്വാല് സവാബുകൾ ചെയ്തിട്ട് അവർക്ക് വേണ്ടി നമ്മൾ മഗ്ഫിറത്ത്, മർഹമത്ത് തേടും. സിയാറത്ത് പതിവാക്കണം. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ആർക്കാണ് കഠിനമായ ശിക്ഷാ കേന്ദ്രം? ആ ഖബർ. മോശക്കാർക്കാണ്. അവരുടെ റൂഹും ജസദും നന്മയിൽ ആയിരുന്നില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ഖബറിൽ 2 പേർ വരും. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുൻകർ, നഖീർ. ആ ഖബറിൻ്റെ ഉള്ളിലേക്ക് വരും. നീലക്കണ്ണുകളാണ് അവർക്ക്. കറുകറുത്ത പ്രകൃതമാണ്. ഭയപ്പാടുണ്ടാക്കുന്ന ഗാംഭീര്യതയുള്ള, വല്ലാതെ ശക്തമായ പ്രകമ്പനം കൊള്ളുന്ന ശബ്ദമാണ്, ശബ്ദഗാംഭീര്യമാണ് അവർക്കുള്ളത്. കഠോരമാണ് അവരുടെ ശബ്ദം. അവർ വല്ലാതെ, അവരെ കാണുമ്പോൾ തന്നെ മിന്നൽ പിണർ പോലെയാണ് അവരുടെ കണ്ണിൻ്റെ നോട്ടം. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ മിന്നറിയുന്ന പോലെ ശക്തമായ രൂപമാണ്, ഭയപ്പാടാണ്. സത്യവിശ്വാസി അവരെ കാണുമ്പോൾ എന്തൊരു നൈർമല്യമാണ്, നല്ല റാഹത്തായ കാഴ്ചയാണ്. അവർ ഭയപ്പെടുത്തുകയില്ല. സത്യവിശ്വാസിയുടെ മുന്നിൽ നിറപുഞ്ചിരിയോടുകൂടെയാണ് അവരുണ്ടാവുക. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിൻ്റെ ഉള്ളിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, ഖബർ എന്ന് പറയുന്നത് ബർസഖ്, ഖബറിലെ ജീവിതം. ആലമുൽ അർവാഹിൽ കുറേ നാളുണ്ടായിരുന്നല്ലോ നമ്മൾ. ഈ ആലമുൽ ദുനിയയിൽ വന്നല്ലോ നമ്മൾ. ആലമുൽ ബർസഖിൽ കുറേ നാൾ കഴിയണമല്ലോ. സ്വർഗത്തിലോ നരകത്തിലോ ആയി കാലാകാലം കഴിയണമല്ലോ. അള്ളാഹു സ്വർഗം നസീബാക്കുമാറാകട്ടെ. ആലമുൽ ബർസഖ്, ആ ഖബറിൻ്റെ ജീവിതം പരലോക ജീവിതത്തിൻ്റെ ആദ്യത്തെ ഭവനമാണ്. ശരിക്കും അതൊരു നരകമല്ല, അതൊരു സ്വർഗമല്ല. പക്ഷേ അതിൻ്റെ അനുഭവങ്ങൾ ആ ഖബറിലേക്ക് അള്ളാഹു തുറന്നിട്ട് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ ഇടുങ്ങും, ഒന്ന് ഞെരുക്കും, ഒന്ന് ചേർത്ത് ഇണക്കും.
നമ്മൾ ഇന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ കാണാം, ചില വസ്തുക്കൾ ഇരിക്കുമ്പോൾ ഒരു വലിയ ഉരുക്കിൻ്റെ ഒരു വലിയ കട്ട അതിങ്ങനെ മെല്ലെ താഴേക്ക് കൊണ്ടുവന്ന ആ ഉരുക്ക് വലിയ അതിങ്ങനെ കൊണ്ടുവന്ന് അതിലേക്ക് ചേർത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിങ്ങനെ പൊട്ടിപ്പിളർന്ന് പോകുന്ന പൊട്ടിപ്പിളർന്ന് പോകുന്ന രൂപങ്ങൾ ഇങ്ങനെ ധാരാളം കാണുന്നുണ്ട്. അതിൻ്റെ ഒരു ഞെരുക്കം. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, റബ്ബന, അതിൻ്റെ ഇടയിൽ ഒരു മനുഷ്യനാണെങ്കിലോ? ഖബറിൻ്റെ ഞെരുക്കത്തെക്കുറിച്ച് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ നിന്ന് വാരിയൽ കോർക്കുമാർ ഞെരുങ്ങും ഖബർ. നരകത്തിൻ്റെ സ്ഥാനം ആ ഖബറിൽ കാണിച്ചു കൊടുക്കും. അവൻ്റെ നരകം, അവൻ്റെ സ്വർഗം രാവിലെയും വൈകുന്നേരവും അവന് അള്ളാഹു കാണിച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖബറിലേക്ക് അഗ്നി ഇങ്ങനെ പടർന്നു വരും. അത് നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്നൊരു ഭാഗമാണ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ദുനിയാവിലെ രാജവെമ്പാലെ അല്ലേ വിഷമുള്ള വിഷസർപ്പങ്ങളെ ഭയപ്പെട്ടവർ വീട്ടിൻ്റെ അടുത്തൊക്കെ നമുക്ക് കാണാമല്ലോ. വല്ലാതെ 360 ഡിഗ്രിയൊക്കെ പറന്നടിച്ച് കൊത്താനും വല്ലാതെ ഉപദ്രവിക്കാൻ കേൾപ്പുള്ള, വിഷം ചീറ്റാൻ കേൾപ്പുള്ള അണലിയുണ്ട്. വലിയ വലിയ വിഷജന്തുക്കൾ നമ്മുടെയൊക്കെ ചുറ്റുഭാഗത്തുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ദുനിയാവിൽ കേൾക്കുമ്പോൾ തന്നെ ശരീരം ഊരുന്നു പോലെ അല്ലേ. അത് ചിലതൊക്കെ കേൾക്കുമ്പോൾ ഒരു പാറുകാലി ശരീരത്തോടെ ഓടിപ്പോയി എന്ന് പറഞ്ഞാൽ മതി അല്ലേ. ഒരു പഴുതാര, പല്ലാരി, പാറുകാലി കുറേ പര്യായപദങ്ങളുള്ള സാധനമാണ് ഈ സാധനം. ആ സാധനം ദേഹത്ത് കയറിയെന്ന് പറഞ്ഞാൽ മതി, അപ്പം തന്നെ കയറാത്തവൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ശരീരം ഇങ്ങനെ കിടങ്ങും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വല്ലാത്തൊരു വിറയലുണ്ടാവും, പേടിയാണ്, അത് തൊടാൻ തന്നെ ഭയമാണ്. അതിനെക്കുറിച്ചാണ് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, പാമ്പുകളുടെ, തേളുകളുടെ ദംശനം ലഭിക്കുന്ന ഇടമാണ് ഖബർ. വൃശ്ചിക ദംശനം, തേളിൻ്റെ കൊത്തൽ. ദംശനം എന്ന വാക്കിൻ്റെ അർത്ഥം പറയുന്നത് വിഷത്തോടൊപ്പം ചേർത്തുള്ള കൊത്തലാണ്. വിഷം കടത്തിവിടുന്ന, പോയിസൺ കടത്തിവിടുന്ന ഒരു തരം കൊത്തലാണ്, കടിക്കലാണ് ദംശനം എന്ന് പറഞ്ഞാൽ. സർപ്പദംശനവും അതുപോലെ അതിൻ്റെ ദ്രംഷ്ടകൾ ഉപയോഗിച്ചുകൊണ്ട്, അഥവാ വിഷത്താൽ ഊട്ടപ്പെട്ട പല്ല് അതിൽ നിന്ന് സ്പ്രെഡ് ചെയ്യും. പല്ലിൽ നിന്ന് വിഷം ചീറ്റുന്ന ആ നിലക്കുള്ള കൊത്തലുകൾ ആ ഖബറിൻ്റെ ഉള്ളിലുണ്ട്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. ചിതലും പുഴുക്കൽ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. അല്ലാഹു സലാമത്താക്കി തിരുമാറാകട്ടെ. അവിടെ ഇരുമ്പിൻ്റെ ദണ്ടുകൊണ്ട് മലക്കുകൾ മുൻകർ നഖീർ ശിക്ഷ നടപ്പാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു മോശക്കാരൻ്റെ ഖബറിൻ്റെ അവസ്ഥയാണ്. സത്യവിശ്വാസിക്ക് എന്ത് സുഖമാണ് അവിടെ. നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് വന്നു പോകുന്ന ചില കാരണങ്ങൾ പറയാണ്. ഇന്നത്തെ തറാവീഹിൻ്റെ പോരിശ ഖബറിലെ ശിക്ഷകളിൽ നിന്ന് അള്ളാഹു അവന് സലാമത്ത് നൽകും. അള്ളാഹു സലാമത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു രക്ഷിക്കട്ടെ. ഈ കാണുന്ന പള്ളിയുടെ മയ്യവാടിയിൽ നമ്മുടെ ഇവിടെയുള്ള മഹല്ലിലെ പ്രിയപ്പെട്ട കൂട്ടുകാർ ആവേശത്തോടെ പറഞ്ഞതാണ്. ഇവിടെ ആരുടെയും ഒരൊറ്റ മുശാവറയിലല്ല, എല്ലാവരുടെയും ഇഷ്ടവും ആഗ്രഹവും പഴയകാല ഒരു മുത്തവല്ലി. അൽഹംദുലില്ലാഹ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. നമ്മുടെ പള്ളിയൊക്കെ കുറേ ആളായില്ലോടെ പെയിൻ്റ് അടിച്ചിട്ട്. നമുക്കൊന്ന് പെയിൻ്റൊക്കെ ഒന്ന് അടിക്കണ്ടേന്ന് ഒരു വാക്ക് പറഞ്ഞതാണ്. അതെല്ലാവരും ഒന്ന് കേട്ട് ചർച്ച ചെയ്തപ്പോൾ എന്നൊന്ന് പെയിൻ്റ് അടിച്ചാലോ. എന്തൊരു രസം. ഇപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മാത്രമേ കരുതിയുള്ളൂ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരല്പം റമദാന് മുന്നൊരുക്കം ഒന്ന് മൊഞ്ചാക്കാം. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ റോട്ടിലൂടെ വരുമ്പോൾ നമ്മുടെ വെള്ളൂർക്കോണം മുസ്ലിം ജമാഅത്ത് മസ്ജിദ് കാണുമ്പോൾ ഇന്ന് പഴയ കാലത്ത്, അഥവാ 9 വർഷത്തിൻ്റെ സമയം വന്ന സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത ഓരോ ഫോട്ടോസ് എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ആ പഴയ പള്ളി, ആ പഴയ ഫോട്ടോയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ റബ്ബേ, അന്ന് കഴിഞ്ഞിട്ട് എത്ര നാളായി, ഇപ്പോൾ ആ ഒരു പെയിൻ്റ് അടിച്ചപ്പോൾ എന്തു രസമാണ്. ഇതിനൊക്കെ ഒരു വാക്കുകൊണ്ട് കൂടെ കൂടിയവരുണ്ട്, പ്രാർത്ഥന കൊണ്ട് കൂടെ കൂടിയവരുണ്ട്, സമ്പത്ത് കൊണ്ട് സഹകരിച്ചവരുണ്ട്, പ്രാർത്ഥിച്ചവരുണ്ട്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഒക്കെ മുശാവറയാണ്. ഈ പള്ളിയുടെ ഒരിക്കൽ ഇവിടെ എന്ന് പറഞ്ഞാണ് പള്ളി. നമ്മൾ ആളെന്നും പറയണ്ട, നന്മ പറഞ്ഞാൽ മതി. പള്ളിയുടെ ഉള്ളി എന്ന് പറഞ്ഞാണ്. ഇതൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് കഴിയുമ്പോൾ നല്ല കുറേ ബൾബൊക്കെ ഇട്ട് നല്ല പ്രകാശം വേണം. പള്ളിക്ക് എന്തൊരു ഇരുട്ടെന്തൊരു വിഷമമാണെന്ന് ആ ഒരു വാക്ക് അൽഹംദുലില്ലാഹ് അതങ്ങനെ സ്വീകരിച്ച് നല്ല വെട്ടവും വെളിച്ചമൊക്കെ ആയി. എല്ലാ മുഅ്മിനീങ്ങളുടെയും ദുആയോ പ്രാർത്ഥനയൊക്കെയാണ് ഈ കാണുന്നത്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. പള്ളിയുടെ മയ്യവാടിയിൽ ഏത് സമയത്ത് രാത്രി ഖബറടക്കാൻ പറ്റണം, ഫ്ലഡ് ലൈറ്റൊക്കെ ഇടണം. ഇപ്പോഴും 27-ാം രാവിൻ്റെ ഫളീലത്തായ സിയാറത്തിന് വേണ്ടി നമ്മൾ കയറുമ്പോൾ റാഹത്തായിട്ട് സിയാറത്ത് ചെയ്യാൻ പറ്റണം. അതൊന്ന് ചർച്ച ചെയ്തു. നല്ല റാഹത്തായ സംവിധാനമായി. നമ്മുടെ കാട്ടിൽ ഭാഗത്ത് അവിടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട പള്ളിയിൽ 5 വഖത്തിന് ഇബാദത്തിന് എത്തുന്നവർ വരെ നോമ്പ് തുറയിൽ
ബാങ്കയുടെ സമയമാകുമ്പോൾ മക്കളെയൊക്കെ ദൂരോട്ട് ഇങ്ങനെ പറഞ്ഞു വിട്ട് ബാങ്ക് കേൾക്കുന്നു ശ്രദ്ധിക്കാൻ പറയും. നമ്മുടെ ബാങ്കിൻ്റെ ധ്വനികൾ അവിടെ എത്തൂല. അങ്ങനെ പറഞ്ഞപ്പോൾ 10-60,000 രൂപയോളം ചിലവായിട്ടുണ്ട്. 250 ആംപ്ലിഫയറും ഒരു 4 ഹോൺ അവിടെ വെച്ചിട്ടുണ്ട്. പോരാ, അതിൻ്റെ നമ്മുടെ ഉണ്ണിയണ്ണൻ ഉണ്ണിയണ്ണൻ വന്ന് അതിൻ്റെ ടെക്നീഷ്യനാണ്. മൂപ്പര് വന്നിട്ട് പറഞ്ഞു സൗണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂല, ഒരു 4 എണ്ണം കൂടെ വേണം, അഥവാ 8 എണ്ണമാണ് 250 പവർ എങ്കിൽ ശബ്ദം തുറന്നു വെക്കാൻ പറ്റും, എല്ലാ ഏരിയയിലും എത്തും. ഇനി ഒരു 4 എണ്ണം കൂടെ വേണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ സമ്പത്ത് എല്ലാം നിങ്ങൾ നൽകുന്ന സമ്പത്താണ്. ആരെങ്കിലും സ്പോൺസർ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ വലിയ സന്തോഷം. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നല്ല മൈക്ക് സിസ്റ്റം സംവിധാനം, മോദി ഉസ്താന് ബാങ്ക് വിളിക്കാനുള്ള നല്ലൊരു സംവിധാനം എല്ലാം ഒരുങ്ങി നമുക്കെത്തി. ഇപ്പോൾ ഇന്ന് മൗലിദ് കഴിഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ച് ആ കാട്ടിലുള്ളവർക്ക് റാഹത്തായിട്ട് ആ ഭാഗം, നമ്മൾ ആ കയറുന്ന ഭാഗമുണ്ടല്ലോ ഏറ്റവും മേളിലോട്ട്, ആ കയറുന്ന ഭാഗത്തൊന്നും കേൾക്കൂല എന്ന് പരാതി. നമ്മുടെ മഹല്ലോലും അല്ല, ചില ആൾക്കാർ താമസിക്കുന്നുണ്ട്. കാർപ്പറ്റൊക്കെ 25,000-30,000 ഒക്കെ തന്നവരാണ് അവർ. ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ നല്ല റാഹത്തായിട്ട് കേൾക്കാം, എല്ലാ ബാങ്കും കേൾക്കാം. എന്തൊരു സന്തോഷമാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയുടെ മയ്യവാടി ഇങ്ങനെ അലങ്കരിച്ച് അതിനൊരു സൗകര്യം ഒരുക്കുമ്പോൾ ആ മഖ്ബറയിലെ മുഅ്മിനീങ്ങൾ ഒരു സിയാറത്ത്, ഏത് സമയത്തും ഖബറടക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ആരൊക്കെ പരിശ്രമിച്ചോ അർഹമായ പ്രതിഫലം അള്ളാഹു നസീബാക്കുമാറാകട്ടെ. ഒരു ഉമ്മാൻ്റെ അടുത്തിരുന്നാണ് തുടങ്ങുന്നത്. പള്ളിയുടെ കാർപ്പറ്റിന് വേണ്ടിയുള്ള ഒരൊറ്റ ചർച്ച, ഒരു ഇഖ്ലാസുള്ള പൊന്നുമ്മ, 1,00,000 രൂപ പഴയ പറ. അൽഹംദുലില്ലാ, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. പിന്നെ നമ്മുടെ മുക്കടയിലെ പ്രവാസി കൂട്ടായ്മ, പേര് പറയാത്തൊരു പ്രിയപ്പെട്ട സഹോദരൻ്റെ പരിശ്രമമായി ഇഖ്ലാസ് ആണ് മനസ്സിലാകുന്നത്. ഒരു അറബിയോട് പറഞ്ഞപ്പോൾ വരെ 50,000 രൂപ, മനസ്സ് തുറന്ന് 5-6 പേരെടുത്ത് പറഞ്ഞപ്പോൾ ഒരു വലിയ തുക വന്നു. ഇതെല്ലാം നമ്മുടെ മഹലിൻ്റെ പ്രത്യേകതയാണ്. ദുആയാണ്, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒന്നും നഷ്ടത്തിലാവില്ല, പാഴാവില്ല. പരിശ്രമം തുടങ്ങി അത് പൂർണ്ണ വിജയത്തിലെത്തും. അത് പഴയകാല മുത്തവല്ലിമാർ മുതൽ പറയുന്ന ആ ചരിത്രം, നമ്മുടെ സാറിൻ്റെ ചരിത്രം മുതൽ കേട്ട ചരിത്രമാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിൻ്റെ ഉള്ളിൽ, ആ ഖബറിൻ്റെ ഉള്ളിലെ സലാമത്തിന് നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശുദ്ധി വേണം. അത്വഹൂറു ശത്റുൽ ഈമാൻ, നല്ല ശുദ്ധി വേണം. മൂത്രമൊഴിച്ചിട്ട് കഴുകാത്ത അശ്രദ്ധരായി നടക്കുന്ന ആളുകളുണ്ട്. അവർ സുജൂദി പോകുമ്പോഴാണ് ബാക്കി മൂത്രം പോണത്. അവരുടെ പാൻറ് നിറഞ്ഞിട്ടുണ്ടാവും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മൂത്രമൊഴിച്ച് കഴിഞ്ഞിട്ട് ഇടതുഭാഗത്തേക്കൊന്ന് ചരിഞ്ഞിരുന്ന് അവൻ്റെ ഇടത് കൈ കൊണ്ട് മലദ്വാരത്തിൻ്റെ ഭാഗത്ത് മുതൽ മെല്ലെ ഇങ്ങനെ ഒന്ന് തടകി അവൻ്റെ ലിംഗാഗ്രം വരെ എത്തുമ്പോൾ 2 തുള്ളി മൂത്രം പോയിട്ടുണ്ടാവും. ഇതൊന്നും പോക്കാതെ മൂത്രമൊഴിച്ചെടുത്തിട്ട് സിബുട്ട് നേരെ പള്ളിയുടെ ഉള്ളിൽ വരുന്നാൽ ബാക്കി പെടുക്കുന്ന പള്ളിക്കകത്താണ്. അത് പെടുക്കാനുള്ള സ്ഥലമല്ല പള്ളി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ അശ്രദ്ധക്കാർക്കുള്ള ഖബറിൻ്റെ ഉള്ളിലെ നിസാരപ്പെടുത്തുന്നവർക്കുള്ള ശിക്ഷയുണ്ട്. നബി മുഹമ്മദ് മുസ്തഫ വലിയ ശിക്ഷയാണത്. എത്രയോ ചരിത്രങ്ങൾ അതിന് തെളിവുണ്ട്. അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. ഏഷണി ബലദൂഷണം പറഞ്ഞ് ഫിത്ന ഫസാദ് ഉണ്ടാക്കുന്നവർക്ക് ഖബറിൻ്റെ ഉള്ളിൽ അവർക്ക് പ്രത്യേകം ശിക്ഷയുണ്ട്. നബി മുഹമ്മദ് മുസ്തഫ കള്ളം പറയുന്നവർക്ക് ശിക്ഷയുണ്ട്. നബി മുഹമ്മദ് മുസ്തഫ പലിശ ഭക്ഷിക്കുന്നവർക്ക് ശിക്ഷയുണ്ട്. ഖബറിൻ്റെ ഉള്ളിൽ പരിശുദ്ധ ഖുർആൻ ഹിഫ്ദ് ചെയ്തിട്ട് മനനം ചെയ്ത് പിന്നെ മറന്നു കളഞ്ഞ് തോന്നും പോലെ അതിനെ നിസാരപ്പെടുത്തുന്നവർ. വേൾഡ് കാറ്റലോഗാണ്, സൽസരണിയുടെ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനെ നിസാരപ്പെടുത്തുന്നവർക്ക് ഖബറിൻ്റെ ഉള്ളിൽ ശിക്ഷയുണ്ട്. നിങ്ങൾ സൂറത്തുൽ മുൽക്ക് കൂടുതലായി ഓതണേ. നബി മുഹമ്മദ് മുസ്തഫ ശുപാർശകൻ എന്നാണ് ആ സൂറത്തിനെ കുറിച്ച് പറഞ്ഞത്. സൂറത്തുൽ മുൽക്ക് ശുപാർശകനാണ്. അതുപോലെ ഖബറിൻ്റെ കാവലാണ് സൂറത്തുൽ മുൽക്ക്. രാത്രി സൂറത്തുൽ മുൽക്കും സൂറത്തുൽ ദുഖാൻ സൂറത്തുൽ മുൽക്ക് ഇത് രണ്ടും ഓതിയിട്ടേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുമായിരുന്നുള്ളൂ. ഈ 2 സൂറത്തും ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് സലാമത്താകാനുള്ളതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തറാവീഹും വിത്റുമൊക്കെ സ്വീകരിക്കട്ടെ. നാഥനായ തമ്പുരാൻ ഖബറിൽ അദാബിലായി വിഷമത്തിലായി കഴിയുന്നവർക്ക് ഈ റമദാൻ്റെ പോരിശ കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളും ബന്ധുജനങ്ങളും പലരുമുണ്ട്. അള്ളാഹുവേ അവർക്കെല്ലാം ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ റഹ്മാനെ. ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് കാവലാക്കി കൊടുക്കണേ റഹ്മാനെ. നസീമ ബീവി കറ്റുവെട്ടി കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപയും 2 വാഴക്കുലയും സംഭാവന അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. തറാവീഹിന് ശേഷം കൊടുക്കാനുണ്ട്. തറാവീഹിന് ശേഷമുള്ള ചീരണി കൊണ്ടുവന്ന് അള്ളാഹുവിനെ കബൂലാക്കുമാറാകട്ടെ. സതുദ്ദേശങ്ങളെ സഫലീകരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. നാളെയും തറാവീഹിന് നമ്മുടെ മക്കളെ ഉൾപ്പെടെ എല്ലാവരെയും കൂട്ടി തറാവീഹിന് വരണം. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നാളെയും മറ്റന്നാളൊക്കെ പവിത്രമായ ദിനരാത്രങ്ങൾ ഭക്ഷണമൊക്കെ പ്രത്യേകം വയ്ക്കുമ്പോൾ അതൊന്നും പാഴായി പോകരുത്. അത് വീട്ടിലെത്തണം. എല്ലാവരും അതിൽ നിന്ന് ഓരോ പങ്ക് കഴിക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ റമദാനിൽ ധാരാളം വാപ്പച്ചിയുടെ ഉമ്മച്ചിയുടെയൊക്കെ ആണ്ട് നടന്നവരുണ്ടാവുമല്ലോ. ഇന്നും അങ്ങനെ ഒരു ഉമ്മയുണ്ട്. അള്ളാഹു അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകുമാറാകട്ടെ. ഓരോ ദിവസവും ഇന്നെൻ്റെ ഉമ്മച്ചിയുടെ ആണ്ടാണ്, റമദാനിൽ വാപ്പയുടെ ആണ്ടാണ്, ദുആ ചെയ്യാൻ പ്രത്യേകം വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ് അർഹമർ റഹീമ.